വിഷ്ണു, അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ നമ്മുടെ രക്ഷാപ്രവർത്തകൻ, ശരിക്കുള്ള രക്ഷാപ്രവർത്തകനായ MR അജിത്കുമാറിന്റെ തൊപ്പി തെറിച്ചിരിക്കുകയാണ്. അതെ. ഇപ്പോൾ RCയുടെ കയ്യിൽ, അതായത് രമേശ് ചെന്നിത്തലയുടെ കയ്യിൽ ഫയൽ കിട്ടുന്ന ആ ഒരു നിമിഷം സസ്പെൻഷൻ ഉണ്ടാകും എന്നുള്ള ഒരു നിഗമനത്തിലായിരുന്നു നമ്മൾ. അവസാനം ആ ഒരു ഫയൽ കിട്ടി. അതിൻ്റെ മേലുള്ള നടപടി അവസാനം DGP MR അജിത്കുമാറിന്റെ സസ്പെൻഷൻ, അതിൻ്റെ കാര്യത്തിൽ തീരുമാനമായി. ഇനിയൊരു DGP പദവി സ്വപ്നം കണ്ട ആ ഒരു മുതിർന്ന IPS ഉദ്യോഗസ്ഥന്റെ ആ സ്വപ്നമാണ് ഇന്നലെ പൊലിഞ്ഞത്. അപ്പോ അദ്ദേഹത്തിന്റെ പുതിയ രക്ഷാപ്രവർത്തനങ്ങളുടെ കഥകൾ പുറത്തേക്ക് വരികയാണ് അല്ലെ, ഓരോന്നായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ, അതും പോലീസിന്റെ ഏറ്റവും ഉയർന്ന പദവി വഹിക്കുന്ന ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ ഇത്രയും ക്രമക്കേടുകൾ, ഇത്രയും അഴിമതികൾ നടത്തിയെന്ന് പറയുമ്പോൾ എന്തായിരിക്കും ഒരു സാധാരണക്കാരൻ എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്ന് ഒരു പരാതി പറയാൻ പറ്റുന്നത്? ഇപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം, ഈ രക്ഷാപ്രവർത്തനം, ഇപ്പൊ ഇവിടെ 2 രക്ഷാപ്രവർത്തനമാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. ഇപ്പൊ രക്ഷയില്ലാതെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതെ, അതായത് വയനാട് ചൂരൽമലയിൽ ആ ഒരു ദുരിതബാധിതർക്ക് വേണ്ടി രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിക്കുന്നതിനൊപ്പം മുഖ്യമന്ത്രിയുടെ, അതായത് മുൻ മുഖ്യമന്ത്രിയുടെ പിണറായി വിജയന്റെ കണ്ണിലെ കൃഷ്ണമണിയായിരുന്ന അജിത് കുമാർ, പിണറായി വിജയന് വേണ്ടി യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകരെ അടിച്ചൊതുക്കിയ ഗൺമാന്മാർക്ക് വേണ്ടിയുള്ള ഒരു രക്ഷപ്പെടാനുള്ള പാലം കെട്ടാനുള്ള ഒരു തിരക്കിലായിരുന്നു. പക്ഷേ ഈ ഗൺമാന്മാർക്ക് വേണ്ടിയുള്ള ഒരു പാലം കെട്ടുന്നതിനിടയ്ക്ക് അദ്ദേഹം ഡിജിറ്റലായി നൽകിയ ആ ഒരു നിർദ്ദേശങ്ങളാണ് അവസാനം ഇദ്ദേഹത്തിന് തന്നെ തിരിച്ച് പണി കിട്ടിയത്. അദ്ദേഹം ആ ഒരു സമയത്ത് അജിത് കുമാർ കരുതിയിരുന്നില്ല, ഇതുപോലുള്ള തെളിവുകളൊന്നും അവശേഷിപ്പിക്കാത്ത രീതിയിലുള്ള ഇൻസ്ട്രക്ഷൻസ് അന്വേഷണ ഉദ്യോഗസ്ഥരോട് നൽകുമ്പോൾ താൻ പോലും കരുതിയിരുന്നില്ല ഇത് തനിക്ക് തന്നെ തിരിച്ച് കൊള്ളാവുന്ന വെടിയാണെന്ന്. അല്ലെ, ദൈവത്തിന്റെ ഒരു കയ്യൊപ്പം എന്നൊക്കെ പറയില്ലേ, അതുപോലെയാണ്. അത് ബാക്കി വെച്ചതാണ് അജിത് കുമാറിന് വേണ്ടി. അത് അർഹിച്ച അംഗീകാരം എന്നൊക്കെ പറയുന്ന പോലെ സസ്പെൻഷൻ അല്ല, അതിലും വലിയ നടപടി എടുക്കേണ്ടതാണ്. ഇപ്പോൾ AD തോമസ് തന്നെ ഇതിന്റെ ഭാഗമായിട്ട് പറഞ്ഞത്, മരത്തെ വെട്ടിയത് മറന്നെങ്കിലും മരം മറന്നിട്ടില്ല എന്നുള്ളതാണ്. കാരണം അവിടെ മറന്നിട്ടില്ല, മറക്കാൻ പറ്റില്ല. അത്രയും ക്രൂരമായ ഒരു അനുഭവം തന്നെയായിരുന്നു AD തോമസിന് ഉണ്ടായിരുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അത് മാത്രമല്ല, ഇപ്പോ ഈ ഒരു ആക്രമണ സംഭവങ്ങളെല്ലാം നടക്കുമ്പോൾ പോലും പോലീസ് ഫോട്ടോഗ്രാഫേഴ്സിനെ ആ ഒരു പ്രദേശത്തേക്ക് അടുപ്പിക്കാതിരിക്കാനുള്ള ഒരു ഐഡിയയും അദ്ദേഹം കാണിച്ചു വെച്ചു. അതുമാത്രമല്ല, ഈ പോലീസുകാരുടെ കയ്യിൽ, അതായത് ഗൺമാന്മാരുടെ കയ്യിൽ തോക്കിന് വരം കൊടുത്തത് വലിയൊരു ഉലക്കയ്ക്ക് സമാനമായിട്ടുള്ള ഒരു ലാത്തികളാണ്. ആ ലാത്തിയുടെ നീട്ടവും വണ്ണവും കണ്ടാൽ തന്നെ മനസ്സിലാവും ഇതിനു വേണ്ടി മാത്രമായിട്ട് വാങ്ങിച്ചു വെച്ചിട്ടുള്ളതാണെന്ന്. ഇത് ഒരു മയോ ഇല്ലാത്ത രീതിയിൽ ഈ സാധാരണ കാലിനെക്കെട്ടോ അവിടെക്കെട്ടോ അടിക്കുമെന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ തലയ്ക്കാണ് ശരിക്കും അത് വധശ്രമമാണ് ശരിക്കും. അതെ, അത് ആ ഒരു കുറ്റങ്ങൾ, ആ ഒരു സെക്ഷൻസ് തന്നെയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ഈ ഗൺമാന്മാർ കരഞ്ഞ് കാല് പിടിച്ച് പറയുന്നു, ഇത് ഞങ്ങൾ ചെയ്തതല്ല, അറിയാതെ കൈപറ്റി ഇത് പോയതാണ്, ഞങ്ങൾക്ക് ഇനിയും സർവീസുകളുണ്ട്, അത് ഞങ്ങളുടെ സർവീസിന് ഈ കേസ് ദോഷകരമായും ബാധിക്കും. പക്ഷെ ഈ ഗൺമാന്മാരോ അല്ലെങ്കിൽ ADGP അജിത് കുമാറോ കരുതിയിരുന്നില്ല ഈ ഒരു അടി കൊള്ളുന്നവനും മനുഷ്യനാണെന്നുള്ളത്, അല്ലെങ്കിൽ ഈ ഒരു പ്രതിഷേധം ജെനുവിനാണെന്നുള്ള കാര്യം, അല്ലെങ്കിൽ ഈ ഒരു മന്ത്രിമാരെല്ലാം പ്രതിഷേധത്തിന് അർഹനാണെന്നുള്ള ഒരു കാര്യം ഇവർ പോലും മറന്നു പോകുന്ന ഒരു സാഹചര്യമായിരുന്നു ആ സമയത്ത്. ആ ഒരു സമയത്ത് പിണറായിയുടെ ഏറ്റവും വലിയ ഒരു വിശ്വസ്തൻ എന്നുള്ള ആ വിശ്വാസ്യത കാത്തു സൂക്ഷിക്കാനാണ് MR അജിത്കുമാർ ശ്രദ്ധിച്ചത്. ആ ഒരു ശ്രദ്ധയുടെ ഫലമായിട്ടാണ് രക്ഷാപ്രവർത്തനത്തിന്റെ ആ കേസിന്റെ അട്ടിമറി നടന്നതും, ഈ ഉദ്യോഗസ്ഥരെ വിളിച്ച് ഭീഷണിപ്പെടുത്തി കേസ് ഡയറി തിരുത്തുന്നതും, എല്ലാ രേഖകളും വഴിതിരിച്ച് വിടുന്നതും, ഗൺമാന്മാരെ രക്ഷപ്പെടുത്താനുള്ള പഴുതുകളെല്ലാം ഒരുക്കുന്നതും. ആ സമയത്ത് അജിത് കുമാർ സ്വപ്നം പോലും കണ്ടു കാണില്ല മൂന്നാമതൊരു പിണറായി സർക്കാരിന് പകരം വരാൻ പോകുന്നത് ഒരു UDF സർക്കാരാണ്. ആ UDF സർക്കാരിന് തലപ്പത്തിരിക്കുന്ന VD സതീശൻ ആ ഒരു മർദ്ദനത്തിടെ ചോര പൊടിഞ്ഞ ഓരോ ചോരയ്ക്കും കണക്ക് ചോദിക്കുമെന്ന്, എണ്ണി കണക്ക് ചോദിക്കുമെന്ന് ഈ അജിത് കുമാർ ഒരു കാലത്തും സ്വപ്നം പോലും കണ്ടു കാണില്ല. ഇതിപ്പോൾ അധികാരത്തിൽ കയറിയപ്പോൾ തന്നെ VD സതീശൻ ആദ്യം എടുത്ത നടപടി എന്ന് പറഞ്ഞാൽ അതായിരുന്നു. ഈ രക്ഷാപ്രവർത്തന കേസ് അത് അന്വേഷിക്കണം, SIT അത് അന്വേഷിക്കണം, കൃത്യമായ നടപടി ഉണ്ടാവണം. കാരണം നമുക്കതങ്ങനെ വിടാൻ പറ്റില്ല. ഇപ്പം ഞാൻ തന്നെ മനസ്സിലാക്കുന്നത്, AD തോമസ് ഈ സംഭവം നടന്ന സമയത്ത് ഇതുമായി ബന്ധപ്പെട്ട് പോലീസിനെ സമീപിക്കുന്നുണ്ടെങ്കിലും പോലീസ് അവിടെ അവഗണനയാണ് നൽകുന്നത്. അതുമായി ബന്ധപ്പെട്ട് കോടതിയെ സമീപിക്കുന്നുണ്ട്. അങ്ങനെയാണ് ആ ഒരു നടപടിയിലേക്ക് വരുന്നത്. ആ സമയത്താണ് UDF ഇവിടെ കേരളത്തിൽ അധികാരം പിടിക്കുന്നത്. അപ്പോൾ ആദ്യം എടുത്ത തീരുമാനം, VD സതീശൻ ആദ്യം എടുത്ത തീരുമാനം എന്ന് പറയുന്നത്, ഒരുത്തനെയും വിടില്ല, ഞങ്ങളുടെ പിള്ളേരെ തൊട്ടവനെയൊന്നും ഞങ്ങൾ ഒരിക്കലും വിടില്ല, ചോദിക്കും, ഉറപ്പായിട്ടും ചോദിക്കും. അപ്പോൾ ഇന്നിപ്പോൾ കേരള മനസാക്ഷിയെ
ആ ഒരു നേരിൽ കണ്ടു, ഇന്ന് ചോദിച്ചു, അവർ ചോദിച്ചു, സസ്പെൻഷനായി. ഇനിയിപ്പോൾ ഇതിപ്പോൾ RC അല്ല, ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് പിണറായി വിജയനല്ല രമേശ് ചെന്നിത്തല, അത്രയും സ്ട്രോങ് ആണ്, ആഭ്യന്തരമാണ് കൈയാളുന്നത്, ഉറപ്പായിട്ടും തിരിച്ചടിക്കും എന്നുള്ളതായിരുന്നു, തിരിച്ചടിച്ചു. ഈ ADGP അജിത്കുമാറിന്റെ ഓഫീസിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തി പോലും, അല്ലെങ്കിൽ അവർക്ക് കഴിയാവുന്നതിലപ്പുറം, അല്ലെങ്കിൽ അവർ താങ്ങാവുന്നതിനപ്പുറം പ്രഷർ ചെലുത്തിയാണ് ഈ ഒരു കേസ് ഡയർ തിരുത്താനും തെളിവുകൾ നശിപ്പിക്കാനും അജിത് കുമാർ നടപടിയെടുത്തത്. എനിക്ക് തോന്നുന്നു സംസ്ഥാനത്തിൽ ആദ്യമായിട്ട് ഇതുപോലെ ഒരു ADGP ഏറ്റവും കൂടുതൽ ഒരു ക്രിമിനൽ കേസിൽ ഒരു അകപ്പെടുകയും അല്ലെങ്കിൽ ഒരു സസ്പെൻഷൻ നടപടി ഏറ്റവും, ഇതിനു മുമ്പ് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ രാഷ്ട്രീയത്തിൽ ഇത്ര ഇൻവോൾവ് ആയി, അല്ലെങ്കിൽ ഒരു പൊളിറ്റീഷ്യന് വേണ്ടി ഇത്ര ഇൻവോൾവ് ആയി അഗ്രസീവ് ആയിട്ടുള്ള ഒരു ആക്രമണം ഉണ്ടല്ലോ, അത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഒരു കേരള ഒരു ആദ്യം അല്ലെങ്കിൽ റയറസ്റ്റ് ആണെന്ന് തോന്നുന്നു. മലയാളത്തിൽ ഇപ്പോൾ ഈ കോപ്പ് സ്റ്റോറീസ് മാത്രം ഡയറക്റ്റ് ചെയ്യുന്ന ഒരു ഡയറക്ടറുണ്ട്, ഷാഹി കബീർ എന്ന പേര്. അദ്ദേഹത്തിന്റെ സിനിമകൾ നോക്കുവാണെങ്കിൽ ഇതാണ്, അധികാരവർഗത്തിന് വേണ്ടി ഉന്നതിയിലിരിക്കുന്ന പോലീസുകാരെ, സാധാരണക്കാരെ അടിച്ചമർത്തുന്നു എന്നുള്ളൊരു അങ്ങനെയുള്ള അദ്ദേഹത്തിന്റെ കോപ്പ് സ്റ്റോറീസ് എങ്ങനെയാണ്, പോലീസുകാരിലേക്ക് നമുക്ക് എപ്പോഴും ഒരു ഇഷ്ടം തോന്നും. പോലീസുകാർ പൊതുവേ നമ്മൾ കണ്ടിട്ടുള്ള ഷാജി കൈലാസ് സിനിമകൾ പോലെയല്ല, നമുക്ക് പോലീസുകാരോട് ഇഷ്ടം തോന്നും. അത് തന്നെയാണ് ഇവിടെയും നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ അജിത് കുമാറിന്റെ കാര്യത്തിലായാലും അധികാരവർഗത്തിന് വേണ്ടി എന്തും ഒരു മനസാക്ഷിയെ ഇല്ലാതാക്കിക്കൊണ്ട് അതിനെ അടിച്ചമർത്തപ്പെടുക എന്നുള്ളതാണ് ഇവിടെ ഇദ്ദേഹം ചെയ്യുന്നത്. നമുക്ക് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. അത് ഈ സിനിമകൾ, ഇപ്പൊ ഈ ഷാഹി കബീറിന്റെ സിനിമകൾ പറയുന്നതിന്റെ കാര്യത്തിൽ പറയുന്നതാണ്. അത് ഈ ഒരു സീനിയർ ഉദ്യോഗസ്ഥരുടെ ആ ഒരു പ്രഷറിലും ഈ പൊളിറ്റിക്കൽ ഇതിലും പൊളിറ്റിക്കൽ സാന്നിധ്യത്തിന്റെ ഇടയിലും പെട്ടുപോകുന്നത് സാധാരണക്കാരായ പോലീസാണ്. ഇപ്പൊ അവർക്കെതിരെയാണ് ഉന്നതതല നടപടി ഉണ്ടായിരിക്കുന്നത്. അത് മാത്രമല്ല, ഈ കേസ് ആദ്യം അന്വേഷിച്ച DYSP സർക്കിൾ ഇൻസ്പെക്ടർ ഇതുപോലുള്ള ഉദ്യോഗസ്ഥർക്ക് ഏറ്റവും കൂടുതൽ പ്രഷർ നൽകിയതിനും ഈ ഒരു പിന്നിൽ അല്ലെങ്കിൽ ആ ഒരു കറുത്ത കരങ്ങൾ അജിത് കുമാറിന്റെ തന്നെയാണ്. അത് മാത്രമല്ല, ഈ ആദ്യത്തെ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്ന DYSP ദേഹാസ്വാസ്ഥ്യം വന്ന് തളർന്നു വീഴുന്ന ഒരു സാഹചര്യവും ഇതുമൂലം ഉണ്ടായി. അപ്പോൾ അതിൽ നിന്ന് തന്നെ മനസ്സിലാവും ഈ കേസിൽ നിന്ന് ഗൺമാന്മാരെ രക്ഷിക്കാനായിട്ട് എത്രത്തോളം വ്യഗ്രത ഈ അജിത് കുമാറിനുണ്ടായിരുന്നു എന്നത്. അത് മാത്രമല്ല, അജിത് കുമാറിന്റെ ഏക ധൈര്യം എന്ന് പറയുന്നത് ഈ സംഭവം നടക്കുന്ന സമയത്ത്, അതായത് കേസ് തിരുത്താൻ ഇടപെട്ടു എന്നുള്ള ആ ഒരു സാഹചര്യത്തിൽ അജിത് കുമാർ ഈ ഒരു സ്ഥലത്തുണ്ടായിരുന്നേ ഇല്ല, അതായത് സീനിൽ ഉണ്ടായിരുന്നില്ല എന്ന രീതിയിലുള്ള ഒരു നറേറ്റീവ് ആയിരുന്നു അജിത് കുമാറിന്റെ ഏക വള്ളി, അതായത് ആലുവൈ. ഇത് രക്ഷാപ്രവർത്തനത്തിലല്ലേ, ഇപ്പോ വയനാട്ടിലെ രക്ഷാപ്രവർത്തനത്തിന് ഇടയിൽ മറ്റൊരു രക്ഷാപ്രവർത്തനം, അതാണ് രണ്ടും കൂടെ ഒരുമിച്ചാണ്. അതെങ്ങനെയാണ് നമുക്ക് അതായത് ശരിക്കും ആ സമയത്ത് അതായത് വയനാട്ടിൽ ഈ ഒരു ദുരന്ത ബാധിതർക്ക് വേണ്ടിയുള്ള രക്ഷാപ്രവർത്തനം നടക്കുന്ന സാഹചര്യത്തിലും പിണറായി വിജയനും അല്ലെങ്കിൽ അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്ന ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച ഗൺമാന്മാരും അതേ സ്ഥലത്ത് തന്നെ ഉണ്ടായിരുന്നു. അപ്പോ അതവിടെ കണക്റ്റഡ് ആയി. ഈ നേരിട്ട് മുഖ്യമന്ത്രിയുമായിട്ടുള്ള ഒരു കോണ്ടാക്റ്റിലൂടെ ഇതുപോലെ പറയുകയാണ്, അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്, ഇതിന്റെ ഗതി മാറ്റി വിടാനുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. അതിലൂടെ പിണറായി വിജയന്റെ ഏറ്റവും കൂടുതൽ വിശ്വാസ്യതയും ഇദ്ദേഹം പിടിച്ചു പറ്റിയിട്ടുണ്ട്. അപ്പോ പിണറായി വിജയൻ ഒരു കാരണവശാലും അദ്ദേഹത്തിന് കൈവിടില്ല എന്നുള്ള ഒരു വിശ്വാസം ആ സമയത്ത് മുഴുവൻ ഉണ്ടായിരുന്നു. അല്ല, ആദ്യം പിണറായി വിജയനെ കൈവിട്ടത് ജനങ്ങളാണ്. ആ അധികാരം നഷ്ടപ്പെടുത്തിയ ജനങ്ങൾ പിണറായി വിജയനെ കൈവിട്ടു. അതോടെ പിണറായി വിജയനെ കൈവിട്ടതോടെ അജിത് കുമാറും നേരെ നിലതെറ്റി താഴെ വീണു എന്നുള്ളതാണ് ശരിക്കുള്ള ഇവിടെ സംഭവിച്ച കാര്യം. എല്ലാവരും കൈവിട്ടും പോയി. കാരണം ഇപ്പൊ ജനങ്ങളും കൈവിട്ടു പ്രധാനമായിട്ടും, അത് പാർട്ടിയെ പ്രധാനമായിട്ടും കൈവിട്ടിരുന്നു. അതിന്റെ ഒപ്പം തന്നെ ഇപ്പോ ഇദ്ദേഹത്തിന്റെ കാര്യത്തിലായാലും ഇവിടെ കൈവിട്ടുപോയി. ഇനി നമുക്കൊരു തിരിച്ചുവരവ്, അജിത് കുമാറിന് തിരിച്ചുവരവ് ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഇപ്പൊ സസ്പെൻഷനിലായി, അതൊന്ന് ആലോചിച്ച് നോക്കണം. ഇത്രയും വലിയൊരു അധികാര സ്ഥാനത്തിരിക്കുന്ന ഉദ്യോഗസ്ഥനാണ് സസ്പെൻഷനിലായിരിക്കുന്നത്. അതെന്തിനാ? മനുഷ്യത്വം രഹിതമായ പ്രവൃത്തികൾ ചെയ്തുകൊണ്ട് ഒരാളെ അടിച്ചമർത്തുക എന്ന് പറഞ്ഞാൽ തലക്കടിക്കുവാണ്. അതിനാണ് ന്യായീകരിക്കാൻ. അത് ആ സംഭവം കണ്ട ഒരാൾക്കത് എങ്ങനെ നമുക്ക് അതിനെങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും? ഇല്ല, അത് അക്രമ സംഭവമല്ലോ, രക്ഷാപ്രവർത്തനമല്ലേ എന്നാണ് നമ്മുടെ മുൻ മുഖ്യമന്ത്രി പറഞ്ഞത്. അതൊരു രക്ഷാപ്രവർത്തനമായിരുന്നു. അതായത് ഹെൽമെറ്റ് കൊണ്ട് തലക്കടിക്കുക, ലാത്തി കൊണ്ട് തലക്കടിക്കുക, മറ്റേ എല്ല് തല്ലി ഓടിക്കുക, ഇതെല്ലാം രക്ഷാപ്രവർത്തനമാണ്. നമുക്ക് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റില്ല. ഒരിക്കലും മനസാക്ഷി സാധാരണക്കാരന് എന്തായാലും ന്യായീകരിക്കാൻ പറ്റില്ല. അതിന്റെ ഉറച്ച വിജയം തന്നെയായിരുന്നു, ആ ഒരു പ്രതിഷേധം തന്നെയായിരുന്നു അവിടെ AD തോമസ് ആലപ്പുഴയിൽ വിജയിച്ചത് തന്നെ.